ശ്രുതി, അടുത്തത് നല്ലൊരു വാർത്തയിലേക്കാണ്. നല്ലൊരു വാർത്ത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നല്ലളം സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇന്ന് സമരസമിതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുകയാണ്. കോഴിക്കോട് നല്ലളം സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ അനുകൂല വിധി സമ്പാദിച്ച് സമരസമിതി. സർക്കാരിന്റെ അപ്പീൽ NCLT കോടതി പരിഗണിക്കും വരെ ഛത്തീസ്ഗഡ് കമ്പനിക്ക് സ്റ്റീൽ കോംപ്ലക്സിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതോടെ ജനകീയ പ്രതിരോധം തീർത്തുള്ള വിപുലമായ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. മൂന്ന് ദിവസമായി നടത്തിവന്ന ജനകീയ പ്രതിരോധത്തിനാണ് താൽക്കാലിക വിരാമമാകുന്നത്. ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പ്രതിനിധികൾ സ്റ്റീൽ കോംപ്ലക്സിൽ കയറുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് സമരസമിതിക്ക് ആഹ്ലാദം നൽകുന്നത്. ഇന്നിപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. ഇവിടേക്കുള്ള പ്രവേശനം ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് താൽക്കാലികമായിട്ട് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അപ്പീലിൻ്റെ മുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഛത്തീസ്ഗഡ് കമ്പനിക്ക് സ്റ്റീൽ കോംപ്ലക്സിലേക്കുള്ള പ്രവേശന വിലക്ക് നമ്മളെ കോടതി ഇന്ന് വിധിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിലെ വസ്തുക്കൾക്കും പോലീസ് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 22-ന് NCLT കോടതി സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുമ്പോൾ അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയും സമരസമിതിക്കുണ്ട്. സർക്കാരിൻ്റെ അപ്പീൽ പരിഗണനയ്ക്കെടുത്ത് സർക്കാരിൻ്റെ വാദങ്ങൾ അവിടെ ഉന്നയിച്ചു കഴിഞ്ഞാൽ തികച്ചും അത് സർക്കാരിന് അനുകൂലമായിട്ട് ഒരു വിധി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുവരെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ സമരമുഖത്ത് ഞങ്ങളുണ്ട്. നേരത്തെ സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികളെ തൊഴിലാളികൾ തടഞ്ഞിരുന്നു. സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ നാളുകളായി നടത്തിവരുന്ന സമരം തുടരാൻ തന്നെയാണ് തൊഴിലാളികളുടെ തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.